Hi everyone. So in the last session, നമ്മൾ എന്താണ് Google Tag Manager, Google Tag Manager എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. Now it's right time for us to create a Google Tag Manager account. So let's move to the screen and let's start the Google Tag Manager account. Google Tag Manager account create ചെയ്യാൻ first Google searchൽ വന്ന് Google Tag Manager എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ടാഗ് മാനേജ്മെന്റ് ടൂൾസ് ആൻഡ് സൊല്യൂഷൻ ഉണ്ട്. ഗൂഗിൾ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഫോർ ഫ്രീ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇതൊരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ആവുന്നത്. സോ അക്കൗണ്ട് നെയിം കൊടുക്കുക. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹാരിസ് ആൻഡ് കോ എന്ന് കൊടുക്കാൻ പോവാണ്. ഹാരിസ് ആൻഡ് കോ കൊടുത്തു. കൺട്രി സെലക്ട് ചെയ്യുക. കണ്ടെയ്നർ സെറ്റപ്പ്. അപ്പൊ നമ്മൾ ഏത് വെബ്സൈറ്റിന്റെ കണ്ടെയ്നർ ആണ് ഇവിടെ കൊടുക്കുന്നത് ആ ഒരു വെബ്സൈറ്റിന്റെ കണ്ടെയ്നർ കൊടുക്കുക. ഇതിന് വേണ്ടി ഒരു പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. സോ ആ പേജിന്റെ കണ്ടെയ്നർ ആണ് കൊടുക്കുന്നത്. സോ ഓഫ് കോഴ്സ് ടാർഗറ്റ് പ്ലാറ്റ്ഫോം വെബ് ആണ്. വെബ് സെലക്ട് ചെയ്തു. സോ ഈ ടാഗ് മാനേജർ യൂസ് ചെയ്ത് iOS, ആൻഡ്രോയിഡ്, AMP, സെർവർ സൈഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. സോ നമ്മുടെ ടാർഗറ്റ് പ്ലാറ്റ്ഫോം ഇപ്പോൾ വെബാണ്. സോ വെബ് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. സോ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാനുണ്ട്. സോ ബോട്ടം പാർട്ടിലും ഒരു ഐ ഓൾസോ ആക്സെപ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് റൈറ്റിലും ഒരു യെസ് ഓപ്ഷൻ ഉണ്ട്. സോ സെലക്റ്റഡ്. ഹുറേ. So now we have logged on to our account. അപ്പോൾ അക്കൗണ്ട് സെറ്റപ്പ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയായിരുന്നു അല്ലേ? എന്തിനാണ്? നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടാഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണിത് അല്ലേ? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി വെബ്സൈറ്റിലുള്ള ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ വേണം ഇതിന്റെ കോഡ് പ്ലേസ് ചെയ്യേണ്ടത്. സോ നമുക്ക് സ്ട്രിക്ട്ലി കാണാം, ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Copy the code below and paste it onto every page of your website. So ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ പേജിലും, അതായത് നമ്മുടെ വെബ് പേജസിൽ ഏതൊക്കെ ട്രാക്കിംഗ് ഉണ്ടോ അത് ഏതൊക്കെ പേജ് ട്രാക്ക് ചെയ്യണോ എല്ലാ പേജിലും ഈ ഒരു പർട്ടിക്കുലർ കോഡ് പ്ലേസ് ചെയ്യണം. സോ ഫോർ ടൈമിങ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ആണ്. അതിലൊരു താങ്ക് യു പേജും ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് വേർഡ് പ്രസ് ആണ് ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ. സോ വേർഡ് പ്രസ്സിലോട്ട് ഞാൻ ഈ ഒരു കോഡ് ഹെഡിലും പ്ലേസ് ചെയ്യാനുണ്ട്, ബോഡി പാർട്ടിലും പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ, പേസ്റ്റ് ദിസ് കോഡ് ആസ് ഹൈ ഇൻ ദ ഹെഡ് ഓഫ് ദി പേജ് ആസ് പോസിബിൾ. രണ്ട് രീതിയിലാണ് നമുക്ക് ഈ കോഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ വേറൊരു യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ടാഗുകളെല്ലാം വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കൊരു വെബ് മാസ്റ്ററിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ വെബ് മാസ്റ്ററിന്റെ ഹെൽപ്പ് നമുക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാം. അതായത് ഓരോ മാർക്കറ്റിംഗ് കോഡ് പ്ലേസ് ചെയ്യാനും അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ നമുക്ക് വെബ് മാസ്റ്ററിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടാഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറും ഇത് തന്നെയാണ്. അതായത് നമ്മൾ വൺസ് ഇപ്പോൾ നമുക്ക് ബാക്ക് എൻഡിൽ ഇപ്പോൾ വേർഡ് പ്രസിന്റെ ബാക്ക് എൻഡിൽ ആക്സസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്, PHP, Laravel, എനിത്തിങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വെബ് മാസ്റ്ററിന്റെ അടുത്തോട്ട് ഈ ഒരു പർട്ടിക്കുലർ കോഡ് കോപ്പി ചെയ്ത് അയക്കുക. ഇത് അയച്ചതിന് ശേഷം അവരോട് ഇത് പ്ലേസ് ചെയ്യാൻ പറയുന്നതാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് പ്രസ് ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഡൺ. സോ വേർഡ് പ്രസ് പേജിലോട്ട് പോവുക. WP അഡ്മിൻ എടുക്കുക. അപ്പോൾ ടാഗ് മാനേജറിൽ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ഏതാണ്? ഹെഡ് പാർട്ടാണ് ഫസ്റ്റ് കോപ്പി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഹെഡ് പാർട്ട് കോപ്പി ചെയ്തു. ടോപ്പ് റൈറ്റിലുള്ള ഈ ഒരു കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവുന്നു. ഈ സ്നിപ്പറ്റ് കോഡ് കോപ്പിയായി. ടോപ്പ് ഹെഡിൽ കൊണ്ടുപോയി ആഡ് ചെയ്യണം. സോ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വേണ്ട നമുക്ക് തീം ഫയൽ എഡിറ്ററിലാണ്. അപ്പിയറൻസിൽ തീം ഫയൽ എഡിറ്ററിലോട്ട് വരിക. തീം ഫയൽ എഡിറ്ററിൽ header.php ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡിന് തൊട്ട് താഴെ ഇതാണ് ഹെഡ് ടാഗ് തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ഹെഡ് ടാഗ് തുടങ്ങുന്നതിന്റെ തൊട്ട് താഴെ ആയിട്ട് തന്നെ ഇത് പേസ്റ്റ് ചെയ്യാം. സോ ഹെഡ് ഓപ്പൺ ചെയ്തതിന് അല്ലേ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്? പേസ്റ്റ് ദ കോഡ് ആസ് ഹൈ ഇൻ ദ ഹെഡ് ഓഫ് ദ പേജ് ആസ് പോസിബിൾ. അപ്പോൾ നമ്മൾ ഹെഡ് ടാഗിന്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ തന്നെ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് ഡൺ. നമ്മൾ ഹെഡ് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് വേണ്ടത് എന്താണ്?
നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ബോഡി കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കുക, അപ്പോൾ ബോഡി പാർട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. അത് ഇതേപോലെ തന്നെ ബോഡി ഓപ്പൺ ആകുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുവന്നാണ് ഞാൻ ബോഡിയുടെ ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെയാണ് ബോഡി ഓപ്പൺ ആയി, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ സ്ക്രീനിൽ. ഇതാണ് ബോഡി ഓപ്പൺ ആയിരിക്കുന്ന പാർട്ട്. ഇവിടെ ഞാൻ ബോഡി പേസ്റ്റ് ചെയ്യുവാണ്. ബോഡിയിൽ പേസ്റ്റ് ചെയ്യേണ്ട കോണ്ടന്റ് ഞാൻ ഇവിടെയും പേസ്റ്റ് ചെയ്തു. സോ ഹെഡ് ടാഗിലും ബോഡി ടാഗിലും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടന്റ് പേസ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, ഈ സിൻടാക്സ് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. സോ അതാണ് ഞാൻ നെക്സ്റ്റ് പ്ലേസ് ചെയ്തത് കേട്ടോ. ഇനി അപ്ഡേറ്റ് ഫയൽ കൊടുക്കുക. സോ ഫയൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഈ പേജ് ഒന്ന് ചുമ്മാ ഒന്ന് റാൻഡമായിട്ട് ലോഡ് ചെയ്യുവാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 ഇഷ്യൂസ് നോർമലി കാണാറുണ്ട്. സോ ഇതാണ് പേജ്. സോ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 ഇഷ്യൂസ് കാണാറുണ്ട്. ഒന്ന്, ക്യാഷ് ഉള്ളപ്പോൾ ചില സമയത്ത് ടെസ്റ്റിംഗ് വർക്ക് ചെയ്യാറില്ല. സോ ടെസ്റ്റ് യുവർ വെബ്സൈറ്റ്. ദിസ് ഈസ് ദ വെബ്സൈറ്റ്. സോ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഏറ്റവും നമ്മൾ ഈ കോഡൊക്കെ കോപ്പി ചെയ്തതിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ടിൽ ടെസ്റ്റ് യുവർ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പേസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഗൂഗിൾ ടാഗ് വാസൻ ഡിറ്റക്റ്റഡ് ഓൺ യുവർ വെബ്സൈറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ക്യാഷ് റിമൂവ് ആകാത്തതിൻ്റെ ആണെങ്കിലോ. ഓക്കെ, നമ്മൾ ഈ ഒരു ടാഗ് മാനേജർ നമ്മൾ നേരത്തെ കണ്ട എന്താണ്, ഒരു ഫെയിലിയർ കണ്ടല്ലേ, ഈ ഒരു ടാഗ് ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വെബ് മാനേജ് ചെയ്യണത് എവിടെയാണോ, നമ്മൾ എവിടെയാണോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് വരിക. അതിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡാഷ്ബോർഡ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുക. അതായത് ക്യാഷ് ലോഡ് ആയിരിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത്. സോ അതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. കാണിച്ചു തരാം. അപ്പിയറൻസിൽ തീം ഫയൽ എഡിറ്റർ ആണ് എടുക്കേണ്ടത്. തീം ഫയൽ എഡിറ്റർ എടുത്തു. അതിൽ നമ്മൾ അപ്പിയറൻസിൽ തീം ഫയൽ എഡിറ്റർ എടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഹെഡറിലായിരുന്നു പേസ്റ്റ് ചെയ്തത്. ഇപ്പം header.php എടുത്തു. അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ഫയൽ ഒന്നും കൂടി കൊടുക്കുക, പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുക, അത്രയും ആവശ്യമുള്ളൂ കേട്ടോ. സോ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ലാൻഡിംഗ് പേജിലോട്ട് വരിക. Ctrl+U ക്ലിക്ക് ചെയ്യുക. Ctrl+U ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സോഴ്സ് ഫയൽ കാണാൻ പറ്റും. സോഴ്സ് ഫയൽ നോക്കിയേ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ ഇവിടെ കാണാം. കണ്ടോ? ദാറ്റ് മീൻസ് ഗൂഗിൾ ടാഗ് മാനേജർ നമ്മുടെ പേജിൽ ആക്റ്റീവ് ആണ്. സോ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ഗൂഗിൾ ടാഗ് മാനേജർ നേരെ വന്ന് നമ്മുടെ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, സോ ഗ്രീൻ ടിക്ക് വന്നു. നൗ ദ ഗൂഗിൾ ടാഗ് മാനേജർ ടാഗ് ഈസ് ലൈവ് ഓൺ അവർ വെബ് പേജ്. കേട്ടോ, നമ്മുടെ വെബ് പേജിൽ ഈ ഒരു പർട്ടിക്കുലർ ടാഗ് ലൈവ് ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ടാഗ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ടാഗ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ ടാഗ് മാനേജറിന്റെ കോഡ് മാത്രമാണ് വെബ് പേജിൽ പ്ലേസ് ചെയ്തത്. സോ ദിസ് ഈസ് ഹൗ വി ക്രിയേറ്റ് എ ടാഗ് മാനേജർ അക്കൗണ്ട്. ഇനി ഈ ടാഗ് മാനേജർ അക്കൗണ്ടിന്റെ ഡാഷ്ബോർഡ്സിലുള്ള ഓരോ പാർട്ടൊന്ന് വേഗം ഞാനൊന്ന് പറയാം. നമുക്ക് വൺസ് ഈ ഒരു പേജിൽ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഓവർവ്യൂ പാർട്ടിൽ ആഡ് ന്യൂ ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എല്ലാ ടാഗുകളും ട്രിഗർ ആകുന്നതാണ് ഈ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട്. ഓക്കെ, എല്ലാ ടാഗുകളും ട്രിഗർ ആകാൻ ടാഗ്സ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ടാഗ്സ് എന്ന് പറയുന്നതാണ് ഒരു സ്നിപ്പെറ്റ്സ് ഓഫ് കോഡ്സ് എന്ന് വിചാരിക്കുക. ആ സ്നിപ്പെറ്റ്സ് ഓഫ് കോഡ് ട്രിഗർ ആകാൻ വേണ്ടിയുള്ള ഒരു പാർട്ടാണ് ട്രിഗർ പാർട്ടിൽ വന്ന് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ടാഗിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് എ ടാഗ്. സോ ഞാൻ ടാഗിൽ ക്ലിക്ക് ചെയ്തു, ന്യൂ ഓപ്ഷനിൽ കൊടുത്തു, ടാഗിന് നെയിം കൊടുക്കുക, ടാഗിന്റെ കോൺഫിഗറേഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെയാണ് ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടാഗ് ആണോ ആഡ് ചെയ്യേണ്ടത്, ഗൂഗിൾ ആഡ്സിന്റെ ആണോ, ഫ്ലഡ് ലൈറ്റ് ആണോ, ഗൂഗിൾ ടാഗ് ആണോ, കൺവേർഷൻ ലിങ്കർ ആണോ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്, അല്ലെങ്കിൽ കസ്റ്റം HTML ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല പല ടാഗുകൾ ഗൂഗിളിനായിട്ട് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല കോൺഫിഗറേഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഗൂഗിൾ അനലിറ്റിക്സ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത ടാഗ്
പർട്ടിക്കുലർ ട്രിഗർ വന്നാൽ മാത്രം, ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ പേര് നോക്കാം, എന്താണോ ട്രിഗർ ചെയ്യുന്നത് ആ ടാഗിനെ അതിനാണ് ട്രിഗേഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ ടാഗിനെ ട്രിഗർ ചെയ്യാൻ ഇപ്പൊ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടാഗ് എന്ത് ട്രിഗർ ആണ്, ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടാഗിന് എന്ത് സംഭവിക്കും, ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടാഗിന് എങ്ങനെയാണ് ട്രിഗർ ആവേണ്ടതെന്ന് വെച്ചാൽ ആ അനലിറ്റിക്സിന്റെ ടാഗ് എല്ലാ പേജിലും ഉണ്ടാകണം. അതായത് ഏത് പേജ് വ്യൂ സംഭവിച്ചാലും ഏത് പേജ് ഓൺ ആയാലും ഇത് ട്രിഗർ ആകണം കേട്ടോ. അപ്പൊ ട്രിഗറിംഗിൽ നമ്മൾ പേജ് വ്യൂ സെലക്ട് ചെയ്യും, ഓൾ പേജസ്. അതായത് ഗൂഗിൾ അനലിറ്റിക്സ് ഇടുകയാണെങ്കിൽ ട്രിഗറിംഗിൽ ഓൾ പേജസ് ഇടും. സോ ടാഗ്സും ട്രിഗേഴ്സും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഇനി ഈ പറഞ്ഞ ക്രിയേറ്റ് ചെയ്യുന്ന ടാഗ്സിനെയൊക്കെ നമുക്ക് ഫോൾഡേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു തീം ക്രിയേറ്റ് ചെയ്തിടാം. വേരിയബിൾസ് ഉണ്ട്, ഈ ട്രിഗേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ എലമെന്റ് അല്ലെങ്കിൽ വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ഇത് ബൈ ഡിഫോൾട്ട് ഉള്ള പേജ് URL, പേജ് പാത്ത്, ഇതൊക്കെ വേരിയബിൾസ് ആണ്. വേരിയബിൾസ് ഇൻ ദ സെൻസ് ഇപ്പോ പ്രൈസ് ഒരു വേരിയബിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡിംഗ് പേജിൽ എന്തൊക്കെ പ്രൈസ് ആണോ ഉള്ളത് അതെല്ലാം വേരിയബിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ആ പ്രൈസ് എന്ന് പറഞ്ഞ സംഭവം മാറിക്കൊണ്ടിരിക്കുന്നു, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരും. അങ്ങനെ വേരിയബിൾസ് ഉണ്ട്. പേജ് URL അതൊരു വേരിയബിൾ ആണ്, കാര്യം ഓരോ പേജസിനും ഓരോ URL ആണുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള, അതായത് ഫിക്സഡ് അല്ലാത്ത ഒരു വാല്യൂ ഉള്ള സംഭവത്തിന് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. സോ ടാഗും ട്രിഗേഴ്സും ആണ് മെയിൻലി വെരി ഇമ്പോർട്ടൻറ്റ്. ടാഗ് ആണ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് ടാഗുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറെ മാർക്കറ്റിംഗ് ടാഗുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മാർക്കറ്റിംഗ് ടാഗുകൾ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ആയിക്കോട്ടെ ഗൂഗിളിന്റെ ആയിക്കോട്ടെ ആ മാർക്കറ്റിംഗ് ടാഗുകൾ നമ്മൾ എവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യും, ഗൂഗിൾ ടാഗ് മാനേജറിൽ ടാഗ്സിൽ അല്ലെങ്കിൽ ന്യൂ പാർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ മെറ്റയുടെ ആണെങ്കിൽ നമ്മൾ പേര് മെറ്റ ടാഗ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പിക്സൽസ് മെറ്റ പിക്സൽസ് എന്ന് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കസ്റ്റം HTML ഉണ്ട്. അപ്പോൾ കസ്റ്റം HTML പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ ടാഗ് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ആണെങ്കിലോ, ഗൂഗിൾ അനലിറ്റിക്സിന്റെ ആണെങ്കിൽ GA4 ടാഗ് ആഡ് ചെയ്യുക, GA4 ഇവന്റ് ടാഗ് ആഡ് ചെയ്യുക, മെഷർമെന്റ് ID കൊടുക്കുക. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മളിവിടെ ടാഗ് ആഡ് ചെയ്തു. അപ്പോൾ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാഗുകൾ കാണാം. ആ ഓരോ ടാഗിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രിഗർ ക്ലിക്ക് ചെയ്ത് ട്രിഗർ ക്രിയേറ്റ് ചെയ്യേണ്ട, ടാഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രിഗർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ടാഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയ ടാഗ് മാനേജർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ടാഗ് മാനേജർ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമാകും. സോ ഇൻ കോംപ്ലക്സ് നമ്മൾ കമ്മിങ് മൊഡ്യൂൾസിൽ പഠിക്കും എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സ് ടാഗ് മാനേജർ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺവേർഷൻ ടാഗുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനി കമ്മിങ് മൊഡ്യൂൾസിൽ പഠിക്കും. സോ നൗ വി ഹാവ് ലേൺഡ് അബൌട്ട് ഹൗ ടു സെറ്റ് അപ്പ് എ ഗൂഗിൾ ടാഗ് മാനേജർ അക്കൗണ്ട് ആൻഡ് ഹൗ does the Google Tag Manager works, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടാഗ് മാനേജറിൽ അറിയേണ്ടത്. സോ ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്താണ്, ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. താങ്ക് യു.